Students, today we are moving on to the next module, that is module number 4, that is plan layout. എന്താണ് പ്ലാൻ ലേഔട്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിലാണ് മൊഡ്യൂൾ നമ്പർ 3 കംപ്ലീറ്റ് ചെയ്തു. വി ഹാവ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് ഇൻ ദാറ്റ് ലെക്ചർ. ഇന്ന് നമ്മൾ അതിൻ്റെ വേറൊരു സെഷൻ, നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്താണ് പ്ലാന്റ്. ഒരു പ്ലാന്റ് എന്താണ്, പ്ലാൻ ലേഔട്ട്സ് എന്താണ്, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇനി പഠിക്കേണ്ടത്. So first we can move into what is a plant layout, and before that what is a plant. ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോർമൽ പ്ലാന്റ് അല്ല, ചെടിയല്ല, ഒരു പ്ലാന്റ്, ഒരു ഇൻഡസ്ട്രിയിലെ പ്ലാന്റ് എന്താണ്? ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ബോട്ട് ഫോർ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ്. നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ട്സിനെയും കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ പ്ലാന്റ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം വേണം, ആൾക്കാർ വേണം, അതിനുള്ള റോ മെറ്റീരിയൽസ് വേണം, അതിനുള്ള മെഷീൻ വേണം, ഇതിനുള്ള ക്യാപിറ്റൽ വേണം. സോ ദ 4 M's ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: മെൻ, മെറ്റീരിയൽ, മണി ആൻഡ് മെഷീനറി. So a plant is a place where men, material, money, machinery are brought together for manufacturing ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ മെന്നിനെ, മെറ്റീരിയലിനെയും, മണിയും, മെഷീനറിയും ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരും. ആ പ്ലേസിനെയാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ആ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സൈസിലും കറക്റ്റ് പ്ലേസിലും ആയിരിക്കണം. എന്നുവെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഏറ്റവും ലോ ആയിട്ട് എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷനിൽ ഗുഡ്സ് ഉണ്ടാക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെയധികം മിനിമൈസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഒരു ബിസിനസ് ഓപ്പറേഷൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ കോസ്റ്റ് വളരെയധികം കുറയ്ക്കുക. അതായത് ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ കുറയ്ക്കുക. അത് കുറയ്ക്കണമെങ്കിൽ പ്ലാന്റ് പ്രോപ്പർ ആയിരിക്കണം. പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ പ്ലേസും അതിൻ്റെ റിസോഴ്സസ് എല്ലാം പ്രോപ്പർലി ആയിരിക്കണം. എവിടെയാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്, എന്തെല്ലാം ഒബ്ജക്റ്റീവ്സാണ് മീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഒരു പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ always we should focus on a plant in which we can create an economies of production. So this is called a plant, and what are the features that is to be required in a plant. Okay, അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പ്ലാന്റ് ലൊക്കേഷൻ. പ്ലാൻ ലൊക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പ്ലാൻ ലൊക്കേഷന് ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട്, എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് പറയാൻ കാരണം? ഇപ്പോൾ ഒരു പ്ലാൻ സെലക്ഷൻ ചെയ്യുന്ന, ഒരു പ്ലാന്റിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനെയാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്നത്. അതിവിടെ ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക, ഒരു ലൊക്കേഷനിലായിരിക്കണം. അങ്ങനെ എടുത്തിരിക്കുന്ന ലൊക്കേഷൻ ആപ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ സെലക്ഷൻ അത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഫിക്സ് ദ പ്രൊഡക്ഷൻ ടെക്നോളജി ആൻഡ് ദ കോസ്റ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഒരു പ്ലാന്റ് കറക്റ്റ് ഒരു ലൊക്കേഷനിലാണെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ടെക്നോളജിയും കോസ്റ്റും എല്ലാം കുറയ്ക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിലാണ് നമ്മുടെ പ്ലാന്റ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ലേബേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കൺട്രി എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇവിടെ ലേബേഴ്സും ആവശ്യമാണ്, മെഷീൻസും ആവശ്യമാണ്. എന്നാൽ ഒരു ഡെവലപ്ഡ് കൺട്രി ലൈക്ക് USA, UK അവിടെയെല്ലാം എന്ന് വെച്ചാൽ മാൻ പവർ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അവിടെ കൂടുതൽ മെഷീൻസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് സൊമാലിയ, ആഫ്രിക്കൻ കൺട്രീസിൽ ചില കൺട്രീസ് എല്ലാം ഇല്ലേ, സൊമാലിയ, മംഗോളിയ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവിടെ അണ്ടർ ഡെവലപ്ഡാണ്. അതുകൊണ്ട് ദേ ക്യാൻ ഡു എ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പ്രൊഡക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യണം. ലേബർ ഇൻറ്റൻസീവ് ആണോ, മെഷീൻ ഇൻറ്റൻസീവ് ആണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ, ഏത് രീതിയിലുള്ള ടെക്നോളജി യൂസ് ചെയ്യണമെന്നും അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാമെന്നും തീരുമാനിക്കാൻ പറ്റും. നമുക്ക് ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ഥലത്ത് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ലേബർ ഇൻറ്റൻസീവ് ആൾക്കാർക്ക് പൈസ കൊടുത്താൽ മതി, നമുക്ക് കോസ്റ്റ് വളരെ കുറയ്ക്കാം. അവിടെയുള്ള ആൾക്കാർ പുവർ ആൾക്കാരായതുകൊണ്ട് അവർക്ക് അത്രത്തോളം പൈസ മതിയായിരിക്കും, അവർ നല്ലപോലെ വർക്കും ചെയ്യും. എന്നൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഇൻറ്റൻസീവ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ക്യാഷ് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ലേബർ ആയിരിക്കും അവിടെ വരുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് advantage of having a better location decision. Second one is determine the nearness of location from the market. നമ്മളൊരു പ്ലാൻ ലൊക്കേഷൻ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ എന്താ നോക്കേണ്ടത്? നമുക്ക് നമ്മുടെ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഏറ്റവും അടുത്തുള്ള ഒരു മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റണം.
നമ്മൾ എപ്പോഴും അപ്പോൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു പ്ലാൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റുകളുടെ അടുത്ത് ആയിരിക്കണം നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ വലിയ ഫേമൊക്കെ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ഒരു വലിയ ഫേം ഒരു മാർക്കറ്റിൻ്റെ അടുത്ത് വേണമെങ്കിൽ അവർക്ക് അത്രത്തോളം പൈസ അതിൽ ചിലവാകും. അപ്പോൾ എന്ത് ചെയ്യും, അവർ എന്നാലും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചെടുത്തിട്ട് ഒരുവിധം അടുത്തുള്ള യൂണിറ്റുകൾ തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്നും ഇങ്ങനെ മാറ്റാൻ പറ്റില്ല, പക്ഷെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം ലൊക്കേഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് മാർക്കറ്റിന് അടുത്ത് പിടിച്ചിട്ടുള്ള രീതിയിൽ നമ്മളൊരു പ്ലാന്റ് ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഡിസൈൻസ്, ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ട്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഇമ്പോർട്ടൻസ്. തേർഡ് വൺ ഇസ് ഇറ്റ് സെർവ് ദ കസ്റ്റമേഴ്സ് ഇൻ എ ബെറ്റർ മാനർ. നമ്മളുടെ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും കമ്പനിയുടെ എബിലിറ്റി, എങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രൊഡക്ട്സ് എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വരിക. ഇപ്പം നമ്മളൊരു ട്രക്കിംഗ് ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു ട്രക്ക് ടെർമിനൽ അടുത്തുണ്ടാവണം. അതല്ല, ട്രക്ക് ടെർമിനൽ വളരെ ദൂരം ട്രക്ക് ബിസിനസ് ചെയ്താൽ നമുക്ക് വളരെയധികം കോസ്റ്റ് വരും, കസ്റ്റമേഴ്സിന് പ്രൊഡക്ട്സ് എത്തിക്കാനും താമസം വരും. അതല്ലാതെ കസ്റ്റമേഴ്സിന് കറക്റ്റ് ടൈമിൽ ഗുഡ്സ് എത്തിക്കാനും അവരുടെ സർവീസ്, ആഫ്റ്റർ സർവീസ് നോക്കാനും എല്ലാം നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സിന് അടുത്ത് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡസ്ട്രി വരേണ്ടത്, അല്ലെങ്കിൽ പ്ലാൻസ് വരേണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് വിത്ത്സ്റ്റാൻഡ് ദ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വരെ ലൊക്കേഷനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നല്ലൊരു ലൊക്കേഷൻ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ച് നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങാം, ഗുഡ്സ് വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ ലേബർ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, മാർക്കറ്റിൻ്റെ അടുത്തുമാണ്. ഇതെല്ലാം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും കുറയ്ക്കാം. അപ്പം നമുക്കുണ്ടാവുന്ന കോസ്റ്റുകൾ കുറവാണെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസും അതിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് നല്ല രീതിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ അവർ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുള്ളൂ. നമ്മുടെ സെല്ലിംഗ് പ്രൈസാണ് കോമ്പറ്റീറ്ററിനേക്കാളും കുറഞ്ഞ സെല്ലിംഗ് പ്രൈസ് എങ്കിൽ കസ്റ്റമേഴ്സ് വിൽ ബി അട്രാക്റ്റഡ് ടു ബൈ അവർ പ്രൊഡക്ട്സ്. സോ ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ടു വിത്ത്സ്റ്റാൻഡ് ദ കോമ്പറ്റീഷൻ ഓൾസോ. ദാറ്റ് ഈസ് ദ ഫോർത്ത് importance of location decision. And the last one is select the best location. എപ്പോഴും നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യുക, നല്ലൊരു ജോഗ്രഫിക്കൽ ഏരിയ, നല്ല സൈസ്, ഏത് ഓപ്പറേഷൻസ് ചെയ്യാനും സുഖം, ലൊക്കേഷൻസ് നല്ല രീതിയിലുള്ള സ്ഥലം, ക്വാളിറ്റി ഗുഡ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ലേബർ അത്രയും കോസ്റ്റിലല്ലാതെ ഒരു റീസണബിൾ കോസ്റ്റിൽ കിട്ടുന്നത്, കസ്റ്റമർ സർവീസ് നല്ലപോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു സെലക്ഷൻ of a location should be done. So these are the importance of planned location. Fixed production technology and cost structure, determine the nearness of location, serve customers in a better manner, withstand the competition and select the best location. Next we want to see what are the factors that affect a planned location decision. The first one is nearness to raw materials. എപ്പോഴും പ്ലാൻ ലൊക്കേഷൻ ഡിസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് റോ മെറ്റീരിയൽസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നമ്മളുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിൽ നിന്ന് നമുക്ക് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആകുമോ പെട്ടെന്ന് തന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ, ഹെവി വെയിറ്റുള്ള ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് എത്തിക്കണം. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സ്, സപ്ലയേഴ്സ് എല്ലാം അടുത്താണെങ്കിൽ നമുക്ക് അത്രത്തോളം കോസ്റ്റ് വരും. അതെല്ലാം വളരെ ദൂരമുള്ളതാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. നമ്മളൊരു പ്ലാന്റ് നിർത്തുകയാണ്, അവിടേക്കുള്ള റോ മെറ്റീരിയൽസ് കിട്ടേണ്ടത് ദൂരെ ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മുടെ ഇവിടത്തെ എത്തിക്കുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും, അതിന് എംപ്ലോയ് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ സാലറി കൂടുതലായിരിക്കും, അവർക്ക് TAD അങ്ങനെ കുറേ എലമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നിയറർ ടു അസ്, നമ്മുടെ പ്ലാന്റിന് അടുത്ത് തന്നെയാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു പേ മോർ ഫോർ ദി ചാർജസ് ഓൺ ദി ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് കിട്ടും ഇഫ് വി ആർ ഹാവിങ് ദ റോ മെറ്റീരിയൽസ് നിയർ ബൈ. ഇപ്പോൾ പെരിഷബിൾ ഗുഡ്സ് ആണ്, നമുക്ക് റോ മെറ്റീരിയൽസ് ആയിട്ടുള്ളത് പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെയായിരിക്കണം സോഴ്സ് ഓഫ് മെറ്റീരിയൽ. ഇപ്പം നമ്മൾ ജ്യൂസ്, ജാം, ജെല്ലി എല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമുക്ക്. അപ്പം നമ്മുടെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും, ജാം, ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സോ ഇഫ് ദോസ് ആർ ലൊക്കേറ്റഡ് അറ്റ് എ ഫാർ ലൊക്കേഷൻ, ഇറ്റ് ഗെറ്റ് ഡാമേജ് ഓൺ റീച്ചിങ് അപ് ടു അവർ ലൊക്കേഷൻ. നമ്മളുടെ പ്ലാനിലേക്ക് എത്തുമ്പോഴേക്ക് ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് അവൈലബിൾ ആവുന്നിടത്തായിരിക്കണം നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫാക്ടർ.
സെക്കൻഡ് വൺ ഇസ് ദ നിയർനെസ് ടു മാർക്കറ്റ്സ്. നമ്മൾ പ്രൊഡക്ട്സ് അവസാനം ഉണ്ടാക്കി, നമ്മുടെ റോ മെറ്റീരിയൽസ് കിട്ടി, പ്രൊഡക്ട്സ് ഉണ്ടാക്കി. എന്നാൽ പ്രൊഡക്ട്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വളരെയധികം ദൂരം എടുത്താൽ സംടൈംസ് അവർ പ്രൊഡക്റ്റ് വിൽ ഗെറ്റ് ഡാമേജ്ഡ് ആൻഡ് സ്പോയിൽഡ്. നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. കസ്റ്റമേഴ്സിന് കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റാത്ത ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൊട്ടിപ്പോകുന്ന ഫ്രജൈൽ ഐറ്റംസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചു, ആ ഫ്രജൈൽ ഐറ്റംസ് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ട് ആ സാധനങ്ങളെല്ലാം പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാവും. എന്നാൽ അടുത്തുള്ള ലൊക്കേഷനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഫീസിബിൾ ഫോർ us ടു പ്രൊവൈഡ് ഇറ്റ് അറ്റ് എ വെരി ഈസി വേ. പെരിഷബിൾ ഗുഡ്സും അതുപോലെ പെരിഷബിൾ ആയിട്ടുള്ള നമ്മൾ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചോ, അത് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ കുറേ നേരം എടുക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ ഡാമേജ് ദ പ്രൊഡക്റ്റ്. സോ ഓൾവേസ് അവർ പ്ലാൻ ലൊക്കേഷൻസ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് നിയർ ടു ദ റോ മെറ്റീരിയൽ സപ്ലൈ ആൻഡ് ഓൾസോ നിയർ ടു ദ ഫിനിഷ്ഡ് മാർക്കറ്റ് സപ്ലൈ. ഓക്കെ. തേർഡ് വൺ ഇസ് ദ അവൈലബിലിറ്റി ഓഫ് ലേബർ. നമുക്കൊരു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വേണമെന്ന് വെച്ചാൽ അവിടെ ലേബർ ഉണ്ടായിരിക്കണം. എത്രത്തോളം മെഷീൻ ഇൻറ്റൻസീവോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിലും കുറച്ചെങ്കിലും ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അവർ ഒരുവിധം റീസണബിൾ കോസ്റ്റിലും ആയിരിക്കും. കൂടുതൽ ചാർജ് ചെയ്യുന്ന ലേബേഴ്സ് ആവരുത്. അവർ എഫിഷ്യൻ്റ് ആയിരിക്കണം. ടാലൻറ്റഡ് കസ്റ്റമേഴ്സും ടാലൻറ്റഡ് ലേബേഴ്സും എല്ലാമായിരിക്കും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ലേബർ ഫെസിലിറ്റിയും ഒരു മേജർ ഫാക്ടറാണ്. അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ്, ഒരു പ്ലാന്റിലെ മാനേജ്മെൻറ്റ് ഇവരെ മാനേജ് ചെയ്യാൻ, ലേബേഴ്സ് സ്ട്രൈക്ക് ഉണ്ടാക്കാതെയും ലോക്കൗട്ട്സ് ഉണ്ടാക്കാതെയും ബോയ്ക്കോട്ട്സ് ഒന്നും ചെയ്യാതെ എല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവണം. ദാറ്റ് ഈസ് ദ അവൈലബിലിറ്റി ഓഫ് ലേബർ. നെക്സ്റ്റ് വൺ ഇസ് ദ അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് പവർ. നമുക്ക് ഫ്യൂവൽ ആൻഡ് പവറിൽ വർക്ക് ചെയ്യുന്ന കുറേ ഫാക്ടറീസ് ഉണ്ടാവും. നമ്മുടെ ഫാക്ടറി ചിലപ്പോൾ കോളിലോ അല്ലെങ്കിൽ പെട്രോളിലോ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇതടുത്ത് അവൈലബിൾ ആയിരിക്കണം. ഇതും വളരെ ദൂര ലൊക്കേഷനാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. If there is any intermittence in a production also, it can cost the labor cost കുറയും, കുറേ ടൈം ലോസ് ആവും. ഇപ്പം ഒരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫ്യൂവൽ തീർന്നു പോയി കഴിയുമ്പോൾ ആ സമയത്തുള്ള പ്രൊഡക്ഷൻ നിന്നു. ആ പ്രൊഡക്ഷൻ ടൈമിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് പണിയില്ല, അവർ വെറുതെ ഇരിക്കുകയായിരിക്കും. ടൈം ലോസ് ഉണ്ടാവും. കസ്റ്റമേഴ്സിന് കറക്റ്റ് സമയത്ത് പ്രൊഡക്ട്സ് എത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല നഷ്ടങ്ങളുണ്ടാവാം. So to avoid all this, there should be easy availability of the fuel and power. Next one is availability of water. Water is also very essential. ഡ്രിങ്കിങ് പർപ്പസിനാണെങ്കിലും സാനിറ്റേഷൻ പർപ്പസിനും, അതേപോലെ ചിലപ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് കെമിക്കൽ ഫാക്ടറിയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസറോ തെർമൽ പവർ സ്റ്റേഷൻസ് എല്ലാമാണ്. അവിടെയും വാട്ടറിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഇഫ് ദർ ഇസ് നോ വാട്ടർ ദ യൂണിറ്റ് മേ നോട്ട് വർക്ക് സംടൈംസ്. അങ്ങനെ യൂണിറ്റ് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം നഷ്ടം ഉണ്ടാകും. സോ ഓൾവേസ് ദർ ഷുഡ് ബി ബെറ്റർ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ ദോസ് plant location areas. So this availability of water should also be considered in the case of the decision making. Next one is the climatic condition. ചില പ്രൊഡക്ട്സിന് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ടീ പ്ലാന്റേഷൻ എപ്പോഴും ചെയ്യുന്ന എവിടെ, ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നിടത്ത് തന്നെയായിരിക്കും ടീ പ്ലാന്റേഷനും വയ്ക്കുന്നത്. ടീ കൾട്ടിവേറ്റ് ആവുന്നത് കോൾഡ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ടീ കൾട്ടിവേഷൻ വേണ്ടത്. അപ്പം അതിന് പകരം വളരെ വാമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. അപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻസും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ, ഫൈനൽ പ്രൊഡക്റ്റിനെ, അതേപോലെ റോ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇപ്പോൾ ടീ, കോഫി, റണ്ണ്, കോട്ടൺ ഇതെല്ലാമാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷനൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും ചില ഇതിന്. അപ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ലാഭമായിരിക്കും നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രൊഡക്റ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൊക്കേഷനിൽ തന്നെ നമ്മുടെ പ്ലാന്റ് നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ഗവൺമെൻറ് പോളിസീസ്. കുറേ ഗവൺമെൻറ് പോളിസീസ് ഉണ്ടാവും ഈ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ലോൺ ഫെസിലിറ്റീസ്, പിന്നെ ഷെഡ്സ് എല്ലാം ലോ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള. അപ്പോൾ അതുമെല്ലാം ശ്രദ്ധിച്ചിട്ട് ഗവൺമെൻറ് പോളിസിക്ക് അനുസരിച്ച് അവർ എന്തിനെല്ലാം ഇൻസെൻറ്റീവ്സ് തരും, ഗവൺമെൻറ് എന്തിനെല്ലാം ഇൻസെൻറ്റീവ്സ് തരും, അല്ലെങ്കിൽ ചീപ്പ് റേറ്റിന് നമുക്ക് ലോൺ ഫെസിലിറ്റീസ് എല്ലാം കിട്ടും, അങ്ങനെയുള്ള ലൊക്കേഷൻസ് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ വി ക്യാൻ ഹാവ് എ ബെറ്റർ എക്കണോമിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ ലാൻഡ്.
ലാൻഡിൻ്റെ ഷേപ്പ്, സൈറ്റ് എങ്ങനെ, അവിടെ ഡ്രെയിനേജ് ഉണ്ടോ, അവരുടെ കോസ്റ്റ് എന്താണ്, ഇഫ് ഇറ്റ് ഈസ് എ കെലാമിറ്റി പ്രോൺ ഏരിയ, എർത്ത് ക്വേക്കും ഫ്ലഡ്സും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുപോയി നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാന്റിനെ നാശമാകും. ഇപ്പോൾ ഒരു ഫ്ലഡ് പ്രോൺ ആയ ഏരിയയിലാണെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് നമുക്കെല്ലാം നഷ്ടമാകും. എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ലാൻഡ് ഈസ് ഓൾസോ അനദർ ഫാക്ടർ ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ പ്ലാൻ ലൊക്കേഷൻ ഡെസിഷൻ. നെക്സ്റ്റ് വൺ ഇസ് എ കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ്. നമ്മൾ എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ചിലപ്പം നമ്മളൊരു ഡൈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്, അപ്പം നമ്മുടെ ഡൈ മാനുഫാക്ചറിങ് ഒരു യൂണിറ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചുറ്റുപാടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർ ചിലപ്പോൾ നമ്മുടെ ഫാക്ടറി വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ഫാക്ടറി വർക്ക് ചെയ്യാത്തവരായിരിക്കാം. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയോട്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടനയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡൈ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കും, വേസ്റ്റ് എഫ്ലുവൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തുള്ള വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമോ എന്ന് വിചാരിച്ച് ചില കമ്മ്യൂണിറ്റീസ് എല്ലാം എതിർക്കും. അവർക്കതൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് അവരിൽ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്ക് നമ്മളോട് നല്ല ആറ്റിറ്റ്യൂഡ് തോന്നും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ് കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ ഇസ് എ സെക്യൂരിറ്റി. സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടോ അവിടെ, നല്ല രീതിയിലുള്ള സേഫ്റ്റി ആണോ, അതുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് എല്ലാം പ്രോപ്പർ അല്ലേ. നമ്മളവിടെ ഒരു ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ലേബർ സ്ട്രൈക്സ് വരുമോ, ആരെങ്കിലും ഇതിനെതിരെയുള്ള ഡിസ്റ്റർബൻസ് കൊണ്ടുവരുമോ, കത്തിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്ട്രൈക്സ് എല്ലാം കൊണ്ടുവരുമോ, ലേബർ യൂണിയൻസിൻ്റെ സ്ട്രൈക്സ് ഉണ്ടാവുമോ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റീസും നമ്മൾ നോക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. നമ്മൾ കൂടുതൽ നേരത്തെ പറഞ്ഞ അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് മാർക്കറ്റ് പറഞ്ഞില്ലേ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ്. പക്ഷെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറച്ച് തന്നെ റോ മെറ്റീരിയൽസ് കിട്ടാനും, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചല്ലെങ്കിൽ പോലും നല്ല റോഡ് വേസ് എല്ലാം ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ പ്ലാൻ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു കുന്നിൻ്റെ മേലെ ആൾക്കാർക്കൊന്നും ജനവാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ്, റോഡൊന്നുമില്ല, അങ്ങനെയുള്ളൊരിടത്താണ് നമ്മൾ കൊണ്ട് പ്ലാന്റ് വെക്കുന്നതെങ്കിൽ അങ്ങോട്ടൊരിക്കലും റോ മെറ്റീരിയൽസ് എത്തിക്കാനോ അവിടെ നിന്ന് ഫിനിഷ് ഗുഡ്സ് തിരിച്ച് മാർക്കറ്റിൽ എത്തിക്കാനോ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ അതിന് പകരം നമ്മൾ നല്ല റോഡ് വേസ് ഉള്ള, നല്ല ഫെസിലിറ്റീസ് ഉള്ള വാട്ടർ വേയ്സോ റോഡ് വേയ്സ് എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ള രീതിയിലുള്ള ലൊക്കേഷൻസിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് പ്ലാനിങ് ചെയ്യേണ്ടത്, നമ്മുടെ ലൊക്കേഷൻ പ്ലാനിങ് ചെയ്യേണ്ടത് എപ്പോഴും. ദാറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ദ മൊമെൻറ്റം ഓഫ് ആൻ ഏർലി സ്റ്റാർട്ട്. മൊമെൻറ്റം ഓഫ് ആൻ ഏർലി സ്റ്റാർട്ട് ഒരു മേജർ ഫാക്ടറാണ്. ചില പ്ലേസ് എന്ന് പറഞ്ഞാൽ 2-3 യൂണിറ്റുകളൊക്കെ ഉണ്ടാവും ഒരുമിച്ച് തന്നെ. അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ബാക്കി യൂണിറ്റുകൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കിട്ടും, നമ്മുടെ യൂണിറ്റ് ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് പോകും. അപ്പം നമ്മൾ ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതാണ് നമ്മുടെ റെയിൽവേസ് ആണോ നല്ലത്, അതുപോലെ വാട്ടർ വേസ് ആണോ നല്ലത്, ലാൻഡ് വേസ് ആണോ നല്ലത്, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു യൂണിറ്റ് തുടങ്ങാൻ. അതേപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചിലപ്പോൾ വേണ്ടി വരുന്ന ഒരു പ്ലാന്റാണ് നമുക്കെങ്കിൽ ആ യൂണിറ്റെല്ലാം അവിടെ ഉണ്ടോ, അതുപോലെ ലേബേഴ്സ് അവിടെ അട്രാക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ, ബാങ്ക് ഫെസിലിറ്റീസ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കിയിരിക്കണം ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ. അവിടെ ചുറ്റുപാടും ബാക്കിയുള്ള എല്ലാം കിട്ടുന്നുണ്ടോ, അതാണ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഇസ് എ പേഴ്സണൽ ഫാക്ടേഴ്സ്. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ഓൺട്രപ്രണേഴ്സ് അവരുടേതായ ഒരു ഇഷ്ടം ഉണ്ടാവും ഒരു പ്രൊഡക്റ്റിനോടുള്ള. അപ്പോൾ അതും നോക്കിയിട്ട് വേണം നമ്മൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ. അവരുടെ ഓൺട്രപ്രണേഴ്സിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം, അവർക്കൊരു നല്ല ഏരിയയിൽ ഒരു ഹോം ടൗണിൽ. ചില ആൾക്കാർക്കുണ്ടാവും എനിക്കൊരു ബിസിനസ് യൂണിറ്റ് തുടങ്ങേണ്ടപ്പോൾ എൻ്റെ ഹോം ടൗണിൽ തന്നെ തുടങ്ങണം, എനിക്ക് അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നൊരു ചിന്തയുണ്ടാവും. അപ്പോൾ പേഴ്സണൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്യണം. ദാറ്റ് ഈസ് പേഴ്സണൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. നമുക്ക് റോ മെറ്റീരിയൽസും അതേപോലെ പ്രൊഡക്ട്സും എല്ലാം നല്ല രീതിയിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഏരിയയിലായിരിക്കണം. അതെല്ലാം നമുക്ക് ഗുഡ്സ് വന്നു എന്നുള്ളത് ആൾക്കാരെ അറിയിക്കാനോ ഗുഡ്സ് എത്തിച്ചു കൊടുക്കാനോ ഒന്നുമുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാത്തൊരു ഏരിയ ആണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്. സോ ദീസ് ഓൾ ഷുഡ് ബി കൺസിഡർ ബിഫോർ സെലക്ടിങ് എ planned location. And at last we want to have some other considerations also.
ഓൾസോ. ഇതെല്ലാം നമ്മുടെ മേജർ കൺസിഡറേഷൻസ് ആയിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ കൺസിഡറേഷൻ വരുന്നതെന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. ചിലപ്പോൾ ഇതുമായിട്ട് നമ്മുടെ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അതടുത്തുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ വേറൊരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടേഴ്സ് പോലുള്ള ഒരു യൂണിറ്റ് ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ മറ്റേ ഫെസിലിറ്റീസ് നല്ല രീതിയിലുണ്ടോ, അവരുടെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളൊരു കോട്ടൺ മില്ലാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കോട്ടൺ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കോട്ടൺ യാൺ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അടുത്തൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവിങ് എ ബെനിഫിറ്റ് ടു അസ്, അല്ലേ? നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ അടുത്താണ് നമ്മുടെ കോട്ടൺ യാൺ പ്രൊഡ്യൂസിങ് ഫേം വെക്കുന്നതെങ്കിൽ ഓൾവേസ് ഇറ്റ് വിൽ ഗീവ് ബെനിഫിറ്റ് ടു അസ്. സോ ഓൾവേസ് ദ പ്രസൻസ് ഓഫ് എ റിലേറ്റഡ് ഇൻഡസ്ട്രി ഈസ് റിലേറ്റഡ് ടു അവർ പ്ലാന്റ് ലൊക്കേഷൻ. നെക്സ്റ്റ് വൺ ഇസ് എക്സിസ്റ്റൻസ് ഓഫ് അതർ അമെനിറ്റീസ്. ബാക്കിയുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള ഏരിയ, അല്ലെങ്കിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് ഉള്ള ഏരിയ, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഏരിയ, ബാക്കി എല്ലാ രീതി മാർക്കറ്റിങ്ങിനും ഒക്കെ പോസ്റ്റ് ഓഫീസുകളടുത്ത്, ക്ലബ്സ് അടുത്തുള്ള അങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മുടെ പ്ലാനെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ ഗീവ് സം ഓഫ് ദി ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് എക്സ്പാൻഷൻ ഫെസിലിറ്റി. നമ്മൾ ജസ്റ്റ് ഇടുങ്ങിയൊരു സ്ഥലത്ത് ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കലും ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യരുത്. വി ഡോണ്ട് നോ ഹൗ അവർ ഫാക്ടറി ഓർ അവർ ബിസിനസ് വിൽ ഇൻക്രീസ്. ചിലപ്പോൾ ഒരു ചെറിയ യൂണിറ്റായിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ ബിസിനസ് ചിലപ്പോൾ വളർന്ന് വലുതാവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒരിക്കലും അതിന് ഫീസിബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ലൊക്കേഷനിൽ നിന്ന് വേറെ യൂണിറ്റിലോട്ട് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കോസ്റ്റ് വളരെ കൂടാം, ചിലപ്പോൾ കസ്റ്റമേഴ്സ് കുറയാനും ചാൻസ് ഉണ്ട്. അവിടെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസോ ഉള്ള കുറവുള്ള ഏരിയയിലാണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയുടെ സ്ഥലത്ത് എക്സ്പാൻഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഇനിയും ഒരു 2-3 യൂണിറ്റിന് കൂടെ തുടങ്ങണമെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കുറച്ചുകൂടി വലുതാക്കണമെങ്കിലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. ദെൻ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. ചില ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ഫാക്ടറിയായിട്ട് ബേസ് ചെയ്തിട്ട്, അതിനെ ബേസ് ചെയ്തിട്ടും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലൊക്കേഷൻ, പ്ലാന്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ലാസ്റ്റ് പൊല്യൂഷൻ ഫാക്ടേഴ്സ്. ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സീവേജ് ഉണ്ടാക്കുന്ന ഡൈ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് കാണിച്ചു വെച്ചാൽ അപ്പോൾ നിറയെ വേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വേസ്റ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എഫ്ലുവൻറ്റ് ലിക്വിഡ് ഫോമിലാണ്. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ നമുക്കൊരു വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വാട്ടർ ബോഡീസിനടുത്ത് തന്നെ നമ്മൾ നമ്മുടെ പ്ലാന്റ് വയ്ക്കുക. പക്ഷേ ഡയറക്റ്റ് വേസ്റ്റായിട്ട് ഡംപ് ചെയ്യാതെ അത് ട്രീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രം ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ യൂണിറ്റ്. അതുപോലെ ഇപ്പോൾ വലിയ എയർ പാർട്ടിക്കുലേറ്റ് മാറ്റർ കുറേ ഉണ്ടാക്കുന്ന ഒരു എയർ പൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലിയ ചിമ്മിനീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ മുകളിലോട്ട് വേറെ ആ ലൊക്കേഷനിലൊന്നും വേറൊരാൾക്കാരില്ല, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കാം സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് വളരെ ഹൈറ്റിൽ മാത്രം നമ്മുടെ സസ്പെൻഡ് മാറ്ററിനെ ഡിസ്പോസ് ചെയ്യാനുള്ളതും ആഫ്റ്റർ പ്രോപ്പർ disposal of waste. നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർലി കൺട്രോൾ ചെയ്തിട്ട് മാത്രം ഡിസ്ചാർജ് ചെയ്യുക. സോ ദീസ് ആർ ദി കൺസിഡറേഷൻ ദാറ്റ് ഷുഡ് ബി ഡൺ ഓൺ സെലക്ടിങ് എ പ്ലാന്റ് ലൊക്കേഷൻ. വാട്ട് ആർ ദി major factors? Nearness to the raw materials, nearness to the market, availability of the labor, then availability of the fuel and power, availability of water, climatic conditions, government policies, land, community attitude, the security, transport facility, momentum of an early start, personal factors, communication facilities, and other considerations like presence of a related industry, existence of other amenities like post office, hospitals and all, expansion facilities for the present plant, historical factors and also pollution factors. See, these all are to be considered on selecting a plant location. So today we are ending out with this factors of production, factors of control and factors of selecting a plant location and വളരെ lengthy ആയിരുന്നു. So with this I can end today's lecture. So today we have started our module number 4 with this plan layout, on which we have discussed what is a plant, what are the major importance of having a better plant location selection, how we want to select it, and what are the factors that affect the plant location decision. So with this I am ending your lecture. From tomorrow you will be having no classes as that is puja holidays. So after that we can meet soon. Okay, we can meet in the next lecture. Thank you. If you have any doubts, just message me. Thank you.